രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ഫൈനലിൽ വിദർഭയ്ക്കെതിരെ കേരളത്തിന് മികച്ച തുടക്കം 25 റൺസ് എടുക്കുന്നതിനിടെ വിദർഭയുടെ 3 വിക്കറ്റ് നഷ്ടമായി. MT നിതീഷ് 2ഉം ഏതൻ ആപ്പിൾ ടോം 1 വിക്കറ്റും വീഴ്ത്തി. ടോസ് നേടിയ കേരളം ബൌളിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. നാഗ്പൂരിൽ നിന്ന് വിവരങ്ങളുമായി മഹേഷ് പോലൂർ ചേർന്നു. മഹേഷ്, എങ്ങനെ പുരോഗമിക്കുന്നു മത്സരം? നിഷാദ്, ടോസ് നേടി ബൗളിംഗ് തെരഞ്ഞെടുക്കാനുള്ള ക്യാപ്റ്റൻ സച്ചിൻ ബേബിയുടെ തീരുമാനം അക്ഷരാർത്ഥത്തിൽ ശരിവെക്കുന്ന തരത്തിലാണ് കേരളത്തിന്റെ പേസ് നിരയുടെ ബൗളിംഗ് പ്രകടനം. MT നിതീഷിന്റെ പ്രകടനമാണ് എടുത്തു പറയേണ്ടത്. 2 നിർണായക വിക്കറ്റുകൾ മത്സരത്തിന്റെ 2ാം പന്തിൽ തന്നെ പാർത്ത് രഖഡയെ പുറത്താക്കി LBWയിൽ കുരുക്കി നിതീഷ് ആദ്യ വിക്കറ്റ് നേടി. ഒപ്പം തന്നെ ദർശൻ നെൽക്കണ്ടയെ NP ബേസിലിന്റെ കൈകളിൽ എത്തിച്ച് 2ാമത്തെ വിക്കറ്റും നിതീഷ് നേടി. അപ്പോൾ 4 ഓവർ പന്തെറിഞ്ഞു, 1 റൺസ് പോലും കൊടുക്കാതെ 2 വിക്കറ്റ് എന്ന നിലയിലായിരുന്നു ആ സമയത്ത് നിതീഷിന്റെ പ്രകടനം. പിന്നീട് ഏതൻ ആപ്പിൾ ടോം പന്തെറിയാനെത്തി. ഏതൻ എറിഞ്ഞ എൻഡിൽ നിന്ന് മാറി നിതീഷ് എറിഞ്ഞ എൻഡിലേക്ക് ഏതൻ ആപ്പിൾ ടോമിനെ സച്ചിൻ ബേബി കൊണ്ടുവന്നു. ഏതൻ ആപ്പിൾ ടോം ആ എൻഡിൽ നിന്ന് ധ്രുവ് ഷൂറെ, അതായത് വിദർഭയുടെ ഏറ്റവും മികച്ച ബാറ്ററാണ് ധ്രുവ് ഷോറെ, അദ്ദേഹത്തിന് മുഹമ്മദ് അസറുദ്ദീൻ്റെ കൈകളിൽ എത്തിച്ചു. മുഹമ്മദ് അസറുദ്ദീൻ വായുവിൽ പറന്ന് എടുത്ത മനോഹരമായൊരു ക്യാച്ച്, അതിലൂടെ വിക്കറ്റ് കീപ്പർ അസറുദ്ദീൻ്റെ ക്യാച്ചിലൂടെ ധ്രുവ് ഷൂറെ പവലിയനിലേക്ക് മടങ്ങിപ്പോയി. അപ്പോൾ 3 വിക്കറ്റിന് 26 എന്ന നിലയിലായിരുന്നു വിദർഭയുണ്ടായിരുന്നത്. ഇപ്പോൾ 37 റൺസിൽ എത്തിയിട്ടുണ്ട്. മലയാളിയായ കരുൺ നായർ ഇപ്പോൾ വിദർഭയ്ക്കായി ബാറ്റ് വീശുന്നു. എന്തായാലും ഒരു മികച്ച തുടക്കമാണ്. ക്യാപ്റ്റന്റെ തീരുമാനം അക്ഷരാർത്ഥത്തിൽ ശരിവെക്കുന്ന തരത്തിൽ കേരളത്തിന്റെ പേസ് നിര പന്തെറിയുകയാണ്. പ്രത്യേകിച്ച് 2 താരങ്ങൾ ഏതൻ ആപ്പിൾ ടോമും MT നിതീഷും തുടക്കത്തിൽ തന്നെ വലിയ ഒരു മാരക പ്രഹരശേഷിയുള്ള പന്തേറ് കേരളത്തിന്റെ താരങ്ങൾ പുറത്തെടുക്കുകയാണ്. വളരെ പ്രതീക്ഷയോടുകൂടി തന്നെ മികച്ച തുടക്കം കേരളത്തിന് നാഗ്പൂരിൽ. നിഷാദ്.